ഇതാണ് സീഡ്ലെസ് ലെമൺ. അപ്പോൾ ആ സീഡ്ലെസ് ലെമൺ കണ്ടില്ലേ, ഇതേപോലെ കൊലകളായിട്ടാണ് കായ്ക്കണത്. ഇഷ്ടം പോലെ നാരങ്ങ ഉണ്ടാവും കേട്ടോ. നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ലെമണാണ്. നമുക്ക് നാരങ്ങയുടെ അതേ ഉപയോഗം തന്നെ സീഡ്ലെസ് ലെമണും നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും പറയും ഇത് പിഴിയാനൊന്നും പറ്റരുത്, പക്ഷെ പിഴിഞ്ഞ് ഉപയോഗിക്കാം. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ സീഡ്ലെസ് ലെമൺ. ഇഷ്ടം പോലെ കായ്ക്കും. അതേപോലെ തന്നെ വലിയ വലുപ്പമുള്ള നാരങ്ങകളും ഉണ്ടാവും. പിന്നെ ഇങ്ങനെ കൊലകളായിട്ട് കായ്ക്കുമ്പോഴായിരിക്കും കുറച്ച് ചെറുതാവണത്. നമ്മുടെ വീട്ടിൽ ഒരെണ്ണമൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ നാരങ്ങ ഇതേപോലെ കിട്ടും. നമുക്ക് അച്ചാർ ഉണ്ടാക്കാനും ജ്യൂസ് ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് സീഡ്ലെസ് ലെമൺ. നമുക്ക് തോലപ്പാടെ ഏറ്റവും വലിയ പ്രത്യേകം, നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴൊക്കെ തോലപ്പാടെ തന്നെ നമുക്ക് മിക്സിയിലിട്ടടിച്ച് ജ്യൂസ് ഉണ്ടാക്കാം. കയ്ക്കൊന്നുമില്ല കേട്ടാ, കയ്പൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ടേസ്റ്റിയാണ് ജ്യൂസിന്. അപ്പോൾ ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ് മുറിച്ച്, മഴക്കാലത്ത് കമ്പ് മുറിച്ച് നട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. ലെയർ ചെയ്ത തൈകൾ ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ കായ്ക്കണതാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ കായ്ക്കണതാണ് സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞാൽ. കണ്ട കായ്ച്ച് കിടക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. യാതൊരു പരിചരണങ്ങളും വേണ്ട. മുള്ളുകൾ ഉണ്ടാവും കേട്ടോ ചെടിയുമേൽ. ചെടിക്ക് മുള്ളുകൾ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂമ്പ് ഇലകൾ കൊണ്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് ചമ്മന്തിക്കൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ലെമൺ തന്നെയാണ് സീഡ്ലെസ് ലെമണ്. അപ്പോൾ സീഡ്ലെസ് ലെമൺ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ട മുകളിൽ കണ്ട പഴുത്തൊക്കെ കിടക്കണ ലെമണുകളൊക്കെ ഉണ്ട്. ഇതുമേൽ ഒരുപാട് ലെമൺ ഉണ്ട് ഈ ചെടിയുമേൽ. നമുക്ക് തണലത്തായാലും വളർത്താൻ പറ്റിയ ചെടിയാണ് കേട്ടോ സീഡ്ലെസ് ലെമൺ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ട ഈ ലെമൺ ഒന്ന് എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കണ്ട പഴുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല മഞ്ഞ കളറായിരിക്കുള്ളൂ ലെമണിന്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കണ്ട നല്ല ജ്യൂസിയാണ്, കുരുവൊന്നും ഉണ്ടാവൂല. കണ്ട അപ്പം എല്ലാവരും പറയും ഇത് പിഴിയാനൊന്നും പറ്റൂലെന്ന്. പക്ഷേ കണ്ട നല്ല നീരക്കുള്ള നാരങ്ങയാണ്. കണ്ട പിഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നാരങ്ങയാണ്. അപ്പം നല്ല പുളിയൊക്കെയുള്ള നാരങ്ങയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. അതിൻ്റെ ഇലകൾക്ക് കുറച്ച് വലിപ്പമുള്ള ഇലകളാണ്. കണ്ട നമ്മുടെ ചെറുനാരകത്തിൻ്റെ ഇലകൾ പോലെയല്ല. പിന്നെ വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലത്. വളങ്ങളൊന്നും ഇട്ടില്ലെങ്കിൽ തന്നെ നന്നായിട്ട് കായ്ക്കണതാണ്. നമ്മുടെ വീട്ടിലെ വളങ്ങൾ മാത്രം മതിയാവും. പിന്നെ ചാരോ അല്ലെങ്കിൽ വല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കീടങ്ങളുടെ ശല്യം എന്ന് വെച്ചാൽ ഇതേപോലെ ഇലകളൊക്കെ ഇങ്ങനെ പുഴുവൊക്കെ തിന്നും. അതൊന്നും വലിയതായിട്ട് നമ്മൊന്നും സ്പ്രേ ചെയ്യേണ്ടി വരില്ല. കാരണം ഇതിൻ്റെ അറ്റത്താണ്. കണ്ട ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്പിൻ്റെ അറ്റത്താണ് ഇത് നാരങ്ങ കായ്ക്കണത്. കണ്ട ഇതേപോലെ നാരങ്ങ കായ്ക്കുക. അല്ലാണ്ട് ഇടകളിലൊന്നല്ല നാരങ്ങ കായ്ക്കണത്. കണ്ടില്ലേ, തുഞ്ചത്താണ് നാരങ്ങ കായ്ക്കുള്ളൂ. അപ്പോൾ നമ്മ ഇങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ താഴെ മുട്ടി കിടക്കണേ. നമ്മളെ കമ്പൊക്കെ വെച്ച് പൊക്കി കൊടുത്താൽ മതി. പിന്നെ വലിയ സൂര്യപ്രകാശം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കണ്ട എൻ്റെ ചെടി നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നഴ്സറികളിൽ നിന്നൊക്കെ ഇതിൻ്റെ തൈകൾ മേടിക്കാൻ കിട്ടും. പിന്നെ ഇതിൻ്റെ മഴക്കാലത്താണെങ്കിൽ കമ്പ് മുറിച്ച് നട്ടാലും നമുക്ക് നാരങ്ങ തൈ പിടിച്ച് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നാരങ്ങ കായ്ക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒരു തൈയൊക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.